നമസ്കാരം. ഒരിടത്തു നിന്ന് തുടങ്ങി വേറെ ഒരിടത്തേക്ക് വന്നിട്ട് അവസാനം വേറെ എങ്ങോട്ടേക്കോ പോയി. ഈ ഒരു സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ഇതാണ് എനിക്ക് ഒറ്റ വരിയിൽ ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, ലാല്, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, അങ്ങനെ തുടങ്ങിയ ഒരു വമ്പൻ താരനിര. അൽത്താഫ് സലീമിൻ്റെ സംവിധാനം. ഞണ്ടുകൾ നാട്ടിലൊരു ഇടവേള എന്ന ചിത്രത്തിന് ശേഷം അൽത്താഫ് സലീമിൻ്റെ രണ്ടാമത്തെ സംവിധാന സംരംഭം. പക്ഷേ ഞണ്ടുകൾ ഉണ്ടാക്കിയ ചിരിയുടെ പകുതി പോലും ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതും വസ്തുതയായിട്ട് മാറുകയാണ്. ഈ സിനിമയുടെ ആദ്യത്തെ 15 മുതൽ 20 മിനിറ്റ് വരെ വളരെ രസകരമായിട്ടാണ് എന്നിലെ പ്രേക്ഷകന് അനുഭവപ്പെട്ടത്. കാരണം നല്ലൊരു തുടക്കം, എങ്ങോട്ടൊക്കെയോ പോകുമെന്ന് കരുതിയിടുന്നിടത്ത് നിന്ന് എങ്ങും എത്താതെ പോവുക ചെയ്തു എന്നത് മാത്രമല്ല, രണ്ടാം പകുതിയൊക്കെ ആയപ്പോഴേക്കും വാച്ചിൽ സമയം നോക്കി ഇതൊന്ന് തീരണമേ എന്ന് ആലോചിച്ചിരിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ ഈ സിനിമ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സ്ക്രീനിൽ അഭ്യാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും അവരാർക്കും ചിരി പടർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം ഇതിൻ്റെ ഡയലോഗ്സ് ആണ്. ഈ ഡയലോഗ്സ് എല്ലാവർക്കും അങ്ങ് പൂർണ്ണമായും മനസ്സിലാകണമെന്നോ ഇതിൽ സംതൃപ്തി അടയണമെന്നോ ഇല്ല. അൽത്താഫിൻ്റേതായ ഒരു കോമഡി ജോണറിലേക്ക് ഈ സിനിമ മാറുന്നുണ്ട്. അത് എത്രമാത്രം പ്രേക്ഷകർക്ക് കണക്റ്റ് ആകാൻ സാധിക്കുമെന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. ഈ സിനിമയുടെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴേക്കും കഥ എങ്ങോട്ടെന്നില്ലാതെ പോകുന്ന രീതിയിലേക്കാണ് തോന്നിയത്. അതിനി ഡേറ്റ് ഇഷ്യൂസ് കാരണമാണോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വീണ്ടും പൊളിച്ചെഴുതിയതാണോ എന്താണെന്നും അറിയത്തില്ല. പക്ഷേ ഒരു വലിയ വിടവ് പ്രേക്ഷകന് കൃത്യമായി കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഈ സിനിമയുടെ അവസ്ഥ. കാരണം എവിടുന്നോ ഇല്ലാതെ എന്തൊക്കെയോ സംഭവിച്ചിട്ട് ഇത് എങ്ങോട്ടൊക്കെയോ കറങ്ങി തിരികെയായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും 2.5 മണിക്കൂർ ഫില്ല് ചെയ്യണത് പോലെ എന്തെങ്കിലും കുറച്ച് വിഷ്വൽസ് എടുക്കാം, കുറച്ച് ഫുട്ടേജ് ആഡ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഈ സിനിമ മാറുന്നു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു പോയിൻ്റായിട്ട് തോന്നി. എന്താണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ തുടക്കം വളരെ രസകരമായിരുന്നു തോന്നി. വളരെ രസകരമായിട്ട് ഇതിൻ്റെ തുടക്കം വെച്ചു. അത്യാവശ്യം ഒരു ഹ്യൂമറിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുമെന്നൊക്കെ കരുതിയെങ്കിൽ പോലും സിനിമയ്ക്ക് ഒട്ടും ഒരു എന്താ പറയുക, ഈ കുതിരയ്ക്ക് ഒട്ടും ഒരു ഹോഴ്സ് പവർ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒട്ടും ഒരു മൈലേജും ഇല്ലായിരുന്നു. എങ്ങോട്ടൊക്കെയോ പോകുന്നത് പോലെയാണ് ഇതിനെ ഫീൽ ചെയ്തത് എന്നത് പറയേണ്ടി വരും. വിഷ്വൽസ് വളരെ രസകരമായിരുന്നു, ഭയങ്കര കളർഫുള്ളായിരുന്നു. അതുകൊണ്ട് സ്ക്രീനിൽ ഭയങ്കര എന്താ പറയുക, നല്ല രസമായിട്ട് സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കാൻ കൊള്ളാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ വളരെ ലാഗ് അടിപ്പിക്കുന്ന തിരക്കഥയും എങ്ങോട്ടൊന്നില്ലാത്ത കഥയും ഇതെവിടെയാണ് ചെന്ന് അവസാനിപ്പിക്കുക എന്ന് മനസ്സിലാകാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രേക്ഷകരെ ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്തുന്നത് സിനിമയ്ക്ക് വളരെയധികം രീതിയിൽ നെഗറ്റീവായിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആകെ ആശ്വാസമായിട്ട് തോന്നിയത് ലാലിൻ്റെ പെർഫോമൻസ് ആണ്. ലാല് സ്ക്രീനിൽ വരുന്ന ഓരോ സമയത്തും പുള്ളി കത്തിച്ചിട്ടുണ്ട്. ചില സീനുകളിൽ പുള്ളിയും ഓവറായിട്ട് തോന്നി. പക്ഷേ ആ ഓവറാണ് ലാലിൻ്റെ ഓവർ എന്നുള്ളതും കൂടി നോക്കി വായിക്കുമ്പോഴേക്കും ഇറ്റ്സ് ഫൈൻ. അത് രസകരമായിട്ട് തന്നെ അനുഭവപ്പെട്ടു എന്നതും കൂടിയാണ്. പക്ഷേ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഓവറായിട്ടുള്ള ഓവർ എക്സ്പ്രഷൻസ് ഒന്നും തന്നെ ഒരു രീതിയിലും കണക്റ്റായി മാറിയില്ല എന്നുള്ളതും വളരെ വിഷമത്തോടു കൂടി തന്നെ പറയുന്നു. കുറേ തവണ സ്ക്രിപ്റ്റ് കേട്ട് അതിനകത്ത് ലോക്ക് ചെയ്ത് പല സ്ക്രിപ്റ്റുകളും വേണ്ട എന്ന് വെക്കുന്ന ഫഹദ് ഫാസിലിൻ്റെ ഡേറ്റ് അൽത്താഫ് സലീമിന് കിട്ടിയിട്ട് എന്താണ് ഈ സിനിമ കൊണ്ട് ഫഹദിനെ വെച്ച് ഉദ്ദേശിച്ചത് എന്നതും കൂടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ കോമഡിയിൽ വളരെ ഫ്ലാറ്റായിട്ട് ഒരു ഘട്ടത്തിൽ മാറിയെങ്കിൽ പോലും അൽത്താഫിൻ്റെ ഈ ഒരു പരീക്ഷണം, ഈ ഒരു എക്സ്പെരിമെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ദഹിക്കണമെന്നില്ല. സിനിമ ഇഷ്ടപ്പെട്ടവരുണ്ടാകാം, സിനിമ വളരെയധികം രീതിയിൽ എൻജോയ് ചെയ്തവരെ ഉണ്ടാകാം. അവരുടെ റിവ്യൂവിനെയും റെസ്പോൺസിനെയും മാനിക്കുകയും കൂടി ചെയ്യുകയാണ്. ഇത് വളരെ ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള വളരെ പേഴ്സണലായിട്ടൊരു ഒപ്പീനിയനാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. സിനിമ നിങ്ങൾ നേരിട്ട് പോയി കാണുക, നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുക, അനുഭവിക്കുക. ഈ സിനിമ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വീകാര്യമാകുക എന്നുള്ളതും കൂടി നോക്കുക. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ്സായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ ഫഹദിൻ്റെ ചില പെർഫോമൻസ്, ലാലിൻ്റെ ഡോമിനേഷൻ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ തിരക്കഥ ഫ്ലാറ്റ് ആവുമെന്ന് തോന്നുമ്പോൾ പിന്നെ വീണ്ടും ഒരു ഉയർച്ച ഉണ്ടാകും, പക്ഷേ വീണ്ടും ഒരു താഴ്ച ഉണ്ടാകും. അങ്ങനെ ഒരു സിഗ്സാഗിലേക്ക് പോവുകയാണ്. ഈ ഉയർച്ച ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിറ്റുവേഷനിലെ ഹ്യൂമർ ആയിരിക്കാം. ആ സിറ്റുവേഷനിൽ ഹ്യൂമർ വർക്കായി അടുത്ത സിറ്റുവേഷനിൽ ആ ഹ്യൂമർ വർക്കാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ മാറി തിരിഞ്ഞു മറിയുന്ന ഹ്യൂമറാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ഹൈ കിട്ടും, വീണ്ടും ഒരു ലോ, ഇടയ്ക്കൊരു ഹൈ, വീണ്ടും ഒരു ലോ. ആ ഘട്ടത്തിലേക്കാണ് ഈ സിനിമ മാറുന്നത്. ഒരു ഘട്ടത്തിലേക്ക് എങ്ങോട്ടൊന്നും ഇല്ലാതെ കഥ എവിടേക്കോ പോകുന്ന ഒരു ഘട്ടവും കൂടി ഉണ്ടായിരുന്നു. ആകെ കൂടെ നിരാശയായിരുന്നു ഈ സിനിമ കണ്ടതിന് ശേഷം ഉണ്ടായിരുന്നത്. കാരണം അതിന് തലേ ദിവസം റിലീസായ ഹൃദയപൂർവ്വയും ലോകയും, ഈ 2 സിനിമകളും എൻ്റെ പ്രേക്ഷകന് വളരെയധികം സംതൃപ്തി നൽകിയ സിനിമകൾ കൂടിയായിരുന്നു. അതിനുശേഷം പിന്നീട് കാണുന്ന സിനിമ ഓടും കുതിര ചാടും കുതിരയാണ്. അത് വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥാകൃത്തിൻ്റെയോ അല്ലെങ്കിൽ സംവിധായകൻ്റെയോ കുഴപ്പം കൂടി കൊണ്ടായിരിക്കാം. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.